മാവേലിക്കര തെക്കേക്കര പഞ്ചായത്തിൽ 6-ാം വാർഡ് വരേണിക്കൽ പ്രദേശത്താണ് ഇഷ്ടിക ചൂള പ്രവർത്തിക്കുന്നത്. വയൽ കുഴിച്ച് വ്യാപകമായി ചെളിമണ്ണ് വാരിയതിനെ തുടർന്ന് ഇവിടെ വലിയ കുളം രൂപപ്പെട്ടിട്ടുണ്ട്. ക്രമാതീതമായ മണ്ണെടുപ്പ് മൂലം സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്ന് പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. ജലക്ഷാമം മൂലം കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചനവും വഴിമുട്ടി. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും ഫലമുണ്ടായില്ല. കുർത്തിയാട് പോലീസിനും ചുള്ളയുടെ പ്രവർത്തനം സംബന്ധിച്ച് പരാതി നൽകി. പക്ഷേ ഫലമുണ്ടായില്ല. ഉദ്യോഗസ്ഥരെയും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തെയും ചൂള ഉടമ പണം നൽകി സ്വാധീനിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പ്രശ്നം 18 വർഷം കൊണ്ട് പരാതികൾ കൊടുക്കുന്നുണ്ട്. ഈ പരാതി കൊടുത്തവർക്ക് യാതൊരു വിധമായ നടപടി ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ 2 ഏക്കർ ഭൂമിയിൽ 80 അടി താഴ്ച കുഴിയെടുത്തിരിക്കുകയാണ്. ഇപ്പോഴും കിണറുകൾ വെള്ളമില്ല, യാതൊരു വിധമായ വെള്ളവുമില്ല. ചൂളയിൽ നിന്നും മാലിന്യങ്ങൾ കൃഷിയിടത്തിലേക്ക് ഒഴുക്കുന്നതായും അന്യസംസ്ഥാന തൊഴിലാളികളെ അനധികൃതമായി ഇവിടെ പാർപ്പിക്കുന്നതായും പരാതിയുണ്ട്. ഞാൻ 10-18 വർഷം കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ഓരോരുത്തർക്കും മുട്ടാത്ത വാതിലുകളില്ല. ഞാൻ ഇനി ഇയാളെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുക. കുടിവെള്ളമില്ല, അതുകൊണ്ട് ഒട്ടുമില്ല. വന്ന് നോക്കാം, ഞങ്ങളുടെ വീടുകളിൽ ഒന്നുമില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ആൾക്കാർ അതിന് ഇയാളെ പിന്തുണയ്ക്കുക. ഇത് പരിപൂർണമായിട്ട് നിർത്തിത്തരണം. നിങ്ങൾ എന്തുമായിരുന്നാലും, അല്ലാതെ പറ്റത്തില്ല, അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ആൾക്കാർക്ക്. അതേസമയം നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് വരേണിക്കലിൽ ചൂള പ്രവർത്തിക്കുന്നതെന്ന് ചൂള ഉടമ അറിയിച്ചു. ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം മാവേലിക്കരയിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.